സ്ഥാപകനായ ജോസഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവ് ഇസ്സമയം അച്ഛനിലുണ്ടാകട്ടെ. അച്ഛനെ ശ്രവിക്കുവാൻ പോകുന്ന എല്ലാ മക്കളെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശ്രവണാഭിഷേകം എല്ലാ മക്കളിലും നിറയപ്പെടട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരിലും, ഗായകരിലും, ഇവിടെ വരുന്ന എല്ലാ മക്കളിലും കർത്താവേ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ചേർന്ന് ചേർത്തുകൊണ്ട് സകല മാതാപിതാക്കളോട് ചേർന്ന് ഞങ്ങളുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ കാണുന്നത് കേൾക്കുന്നത് യേശുവിന്റെ നാമത്തിലാകട്ടെ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപ
കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഹല്ലേലൂയ. എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിന്റെ ആത്മാവേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരം അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിന്റെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ പരിശുദ്ധ അമ്മയുടെ തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുവാൻ ആത്മീയ വിശുദ്ധി ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. ചൊരിയപ്പെട്ടിരിക്കുന്ന എല്ലാ നന്മകൾക്കും ഞങ്ങൾ ആരാധന. സംരക്ഷണത്തിനായ പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രാർത്ഥിക്കുക. ഉടമ്പടി വെച്ചിരിക്കുന്ന നിയോഗങ്ങളും ഉടമ്പടി ചെയ്യാനുള്ളവരെ സമർപ്പിക്കാൻ പോകുന്ന നിയോഗങ്ങളും ഇപ്പോൾ ഓർക്കുക. അകൃതവും അറപ്പും തോന്നുന്ന രോഗങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന സമയമാണിത്. കർത്താവിനോട് കണ്ണീരോടെ പ്രാർത്ഥിക്കുക.
നിങ്ങൾക്ക് ഈ വിഷയത്തിൽ സാക്ഷ്യം പറയാൻ കഴിയും. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ. ശ്രദ്ധിക്കട്ടെ. അമ്മമാതാവിന്റെ കനിവ് കൃപയും നിറഞ്ഞ് എല്ലാ നിയോഗങ്ങളെയും നേടിയെടുക്കുവാനുള്ള വിശാലത നൽകണമേ. പരിശുദ്ധാത്മാവേ, അമ്മയിലൂടെ അനുഗ്രഹം ചെയ്യണമേ. സ്വീയ ആരാധന. ഹല്ലേലൂയ. സ്വീയ ആരാധന. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. മൗനമായ രോഗമുള്ളയിടത്തെല്ലാം കർത്താവിൻ്റെ നാമത്തിലെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവേ, പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ഇടത്തിൽ നിന്നുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായിട്ടാണ് ഞങ്ങൾ അങ്ങയോട് കൂടുതൽ കൂടുതൽ വസ്തുനിഷ്ഠമായ അടയാളങ്ങൾ അപേക്ഷിക്കുന്നത്. കർത്താവേ, ഇപ്പോൾ ലോകം മുഴുവനും ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ രോഗങ്ങളുടെ മേൽ കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അനേകം മക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഉദരരോഗികളെയും ഗർഭാശയ രോഗികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ശ്വാസകോശ രോഗികളെയും ഹൃദയ രോഗികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കരൾ രോഗികളെയും പതിരയുടെ രോഗമുള്ളവരെയും അങ്ങയുടെ തിരുസന്നിധി സമർപ്പിക്കുന്നു. പ്ലീഹായുടെ രോഗമുള്ളവരെ അങ്ങയുടെ തിരുസന്നിധി സമർപ്പിക്കുന്നു. കർത്താവേ, ആ രോഗങ്ങളെല്ലാം രോഗാതുരമായ എല്ലാ അവയവങ്ങളിലും കർത്താവേ നീ കരുണയോടെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗികളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിപ്പിണർ പോലെ കർത്താവെ, വൈദ്യുതാഘാതം പോലെ ദൈവികമായ ശക്തി കർത്താവെ അവിടെ രോഗാതുരമായ സ്ഥലങ്ങളെല്ലാം കർത്താവെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് 35 വർഷം അർപ്പിച്ച കൃപാനയുടെ ശക്തിയാൽ കൃപാസനം അൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ
മധ്യസ്ഥ കർത്താവ് ഉള്ളംകാല് മുതൽ ഉച്ചവരെ കർത്താവ് വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ, അതുപോലെ പേശി രോഗങ്ങൾ, അതുപോലെ വാതരോഗങ്ങൾ, അതുപോലെ ഞരമ്പ് രോഗങ്ങൾ കർത്താവ്, വ്യത്യസ്തമായ വെയിൻസിന് വിഷമം അനുഭവിക്കുന്നവർ, അത് ദ്രവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നവർ, വിട്ടുപോയവർ കർത്താവ്, അതിനുപോലെ സ്ട്രോക്ക് അനുഭവിക്കുന്നവർ കർത്താവ്, അത്ഭുതകരമായ തലച്ചോറിലെ വിട്ടുപോയ ഞരമ്പുകളെ കർത്താവ് അങ്ങ് യോജിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വല്ലാതെ പ്രാകൃത കോലമായ വ്യത്യസ്തങ്ങളായ രോഗങ്ങളാൽ പ്രാകൃത കോലം തിരിച്ചറിയാൻ പാടില്ലാത്ത അവസ്ഥയായിപ്പോയവരെ വിശുദ്ധമായ രക്തത്താൽ ഇപ്പോൾ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടുവെല്ലുകളെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കശേരികൾ അകന്നു പോയവർ, പൊടിഞ്ഞു പോയവർ കർത്താവെ, ഡിസ്ലൊക്കേറ്റ് ആയവർ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അരിശസ് രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആൾസർ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. PCOD രോഗികളെ, പിസ്റ്റുല രോഗികളെ കർത്താവ്, ശരീരത്തിലെ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ മുഴകളുള്ളവരെ, സിസ്റ്റുകളുള്ളവരെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തൈറോയിഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, ശ്വാസകോശ രോഗികളെ, തൊണ്ട രോഗികൾ, സംസാരിക്കാൻ പറ്റാത്തവരെ, സംസാരിക്കാൻ സ്വരം കിട്ടാത്തവരെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാവിന് രുചി നഷ്ടപ്പെട്ടവരെ, നാവിന് ക്യാൻസർ ഉള്ളവർ, തൊണ്ടയിൽ പഴുക്കുന്നവർ കർത്താവെ അങ്ങയുടെ ദുരിതന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവെ. തിരുമുറുപാടുന്ന വലത്ത് കരത്താൽ മക്കളെ സ്പർശിക്കണേ. മുട്ടിക്കൊഴിഞ്ഞു പോകുന്നൊരു കർത്താവ് സ്പർശിക്കണേ. തളർന്നു പോകുന്നവർ, നടക്കുമ്പോൾ കിതക്കുന്നവർ, ഉറക്കമില്ലാത്തവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ കർത്താവെ അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഇരിക്കാൻ പടലാത്തൊരു കർത്താവെ, തിരിഞ്ഞ് കിടക്കാൻ പടലാത്ത കർത്താവെ, വ്യത്യസ്തങ്ങളായ രീതികളിൽ കർത്താവെ വേദന അനുഭവിച്ച് കർത്താവെ ജന്മച്ചപ്പോലും പ്രാഗിക്കൊണ്ട് ജീവിക്കുന്നവരെ കർത്താവെ അങ്ങയുടെ തിരുമുറവൻ അടിപ്പെടണ കർത്താവെ, അങ്ങയുടെ വിശുദ്ധമ വലത് കർത്താൽ ഇപ്പോൾ സ്പർശിക്കണമേ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തെ കുറിച്ചിന്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ മാർഗരോഗങ്ങളെ യേശു നാമത്തിലെ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ഒരുമിച്ച് പാടാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൃപാസനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ഫോൺ കോളുകൾ കേൾക്കുമ്പോഴും ഞങ്ങൾക്ക് വലിയ സങ്കടമാണ്. ഞങ്ങളെല്ലാ ദിവസവും വരുന്ന ഫോൺ കോളുകളെ വൈകുന്നേരമാകുമ്പോൾ അത് മുഴുവനും ഫോൺ വരുന്ന സമയത്ത് തന്നെ എഴുതിയിട്ട് വൈകുന്നേരമാകുമ്പോൾ ഞങ്ങൾ പ്രത്യേകം അതിന് ജപമാല ചൊല്ലി ആരാധന നടത്തി അന്നേപ്പം എന്ന് പറഞ്ഞ വലിയ ശുശ്രൂഷ കൃപാസനത്തിലെ വൈകുന്നേരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ വരുന്ന എല്ലാ അപേക്ഷകളും കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളുരുകിപ്പോകും. കാര്യം എല്ലാവരും പറയും, അച്ഛാ ഇപ്പോഴ് അല്ലെങ്കിൽ ബ്രദറെ കോവിഡ് ആയതുകൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ കടക്കാർ ഞങ്ങളെ കൊത്തി വലിച്ച് ഞങ്ങൾക്ക് ആക്ക കൊത്തണ പോലെ.
അവരെല്ലാം ഞങ്ങൾ ഈ സമയത്ത് അൾത്താറയിൽ ഓർക്കുകയാണ് ഇപ്പോഴും. അങ്ങനെ ആരുമില്ലാതെ ഒരു ആൾക്കാരുണ്ട്, നോബഡി ടു സപ്പോർട്ട്. ഇനി സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിലും അവലംബിക്കാൻ ആളില്ലാത്തവരുണ്ട്. തക്ക സമയത്ത് തക്ക ഇടത്തിന് സഹായിക്കാൻ ആളില്ലാത്തവർ. അപ്പം ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും കുറേ വിഷമം അനുഭവിക്കുന്നവരുണ്ട്. ജോലി കാര്യങ്ങളാണ് അച്ഛനെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പഠന കാര്യങ്ങൾ, അല്ലെങ്കിൽ പരീക്ഷ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭവന നിർമ്മാണത്തിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ സപ്പോർട്ടീവ് ഇല്ലാത്തവർ റെക്കമെൻഡ് ചെയ്യാൻ ബാങ്കിലായാലും യൂണിവേഴ്സിറ്റിയിലായാലും ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിലായാലും എംബസിയിലായാലും എവിടെയായാലും നോബഡി ടു സപ്പോർട്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തവർ വലിയ ഭാഗ്യമുള്ളവരാണ്. പക്ഷെ അത് മനസ്സിലാക്കണവർ, നിങ്ങൾ വലിയ ഭാഗ്യമുള്ളവരാണെന്ന് മനസ്സിലാക്കണം. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവവചനം മൊത്തം പരിശോധിക്കുമ്പോൾ ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്തവരെ കർത്താവാണ് സപ്പോർട്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കണം. അഥവാ കർത്താവിൻ്റെ പിന്തുണ, പ്രോത്സാഹനം അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാൻ ഒരുപക്ഷെ ആരാലും സപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരവസ്ഥയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നാൽ അതിൻ്റെ അർത്ഥം കർത്താവിന് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതെല്ലാം സങ്കീർത്തകൻ്റെ അനുഭവങ്ങളാണ്. എൻ്റെ സഹായം ആരുടെയും നാമത്തിലല്ല, കർത്താവിൻ്റെയും നാമത്തിലെന്നും. ഞാൻ ആരിലും ആശ്രയിക്കത്തില്ല, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കത്തില്ല, രക്ഷ നൽകാൻ കഴിയാത്ത മനുഷ്യരിലെ അഭയം പ്രാപിക്കത്തില്ല. ഞാൻ എൻ്റെ കർത്താവിൽ മാത്രം ആശ്രയിക്കും. അപ്പം അങ്ങനെ ആരും സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്ത വിഷമിക്കരുത്. വിഷമിക്കാനല്ല വേണ്ട, അവർ സന്തോഷിക്കുകയാണ് വേണ്ടത്. എന്താ കാര്യം? എൻ്റെ കാര്യം കർത്താവ് തീരുമാനിച്ചിരിക്കുന്നു. എത്ര സാക്ഷ്യങ്ങളാണെന്നറിയാവോ നമുക്ക് വരണത്? നമ്മൾ ഞെട്ടിപ്പോകും. കാര്യം ഈശോ തന്നെ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ തന്നെ ആ വിഷയത്തിന് ദൈവം തീരുമാനം ഉണ്ടാക്കും. നീ ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാ വിഷയങ്ങളും അങ്ങനെയാണ്. അപ്പം നീ ആരെ ആവശ്യമില്ലാത്ത ഒരു പരിധി കഴിഞ്ഞ് നിനക്ക് ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെ അമിതമായി ആശ്രയിക്കരുത്. അമിതാശ്രയങ്ങൾ എപ്പോഴും നമുക്ക് ആത്മീയ അശ്വിനിപാതങ്ങൾ ഉണ്ടാക്കും. മറിച്ച് കർത്താവിൽ മാത്രം ആശ്രയിക്കണം. ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ജോലിയില്ലാത്തവരുണ്ട്, ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്നവരുണ്ട്, കുടുംബത്തിൽ ആർക്കുമേ ജോലിയില്ലാത്തവരുണ്ട്. പിന്നെ ഒരാളിൻ്റെ ജോലി കൊണ്ട് പ്രായമായവരുടെ മരുന്നും കുഞ്ഞുങ്ങളുടെ പഠനവും കുടുംബത്തിൻ്റെ ചെലവുകളും നടത്തിക്കൊണ്ട് പോകുന്നവരുണ്ട്. ഇങ്ങനെ അറ്റപ്പറ്റ് ജീവിച്ചു പോകുന്നവർ, ലിവിങ് ഓൺ ദി എഡ്ജിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് വിളിമ്പിൽ ജീവിച്ച്, തൊട്ടാൽ ഒരു കാറ്റ് വന്നാൽ മറിഞ്ഞു പടച്ച് താഴെ വീണ് ചത്തു പോകും. അങ്ങനെയുള്ള ഡേഞ്ചർ സോണിൽ ജീവിക്കുന്നവരുണ്ട്. അവരെല്ലാവരെയാണ് ഞങ്ങളിപ്പോൾ ഓർക്കുന്നത്. വളരെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. അതായത് വെറുതെ ഇങ്ങനെ പ്രാർത്ഥനയല്ലേ എന്നാൽ ഓർത്ത് കളയാമെന്ന് വിചാരിച്ചുകൊണ്ടുള്ള ഒരു ഓർക്കുകയല്ല. കൃപാസനം അൾത്താറയിൽ ആശ്രയം വെച്ചിട്ടുള്ള, അവലംബം വെച്ചിട്ടുള്ള ഒരു മനുഷ്യൻ പോലെ ലജ്ജിക്കാൻ ഇടയാക്കരുതെന്ന് കർത്താവിൻ്റെ തിരുസന്നിധി കീഴപേക്ഷിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗമിൽ കർത്താവ് ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മിണ്ടാട്ടം ഇല്ലാത്തത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ പരിഭ്രമം കൊള്ളുന്നവരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തർ അവരവരുടെ വഴികളിൽ പോയി തന്താങ്ങളുടെ വഴികളിലേക്ക് ചിതറിപ്പോകുന്ന കുടുംബങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോഴേ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നവർ, നടക്കാൻ പോകുന്നവർ, ടെസ്റ്റ് എഴുതിയവർ, ഫലം പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷ എഴുതിയവർ, എഴുതാൻ പോകുന്നവർ, അതിൻ്റെ ഫലം പ്രതീക്ഷിക്കുന്നവർ, കർത്താവെ എല്ലാ മേഖലകളിലും കർത്താവ് ഇപ്പോൾ
സ്പർശിക്കണമേ. കർത്താവിൻ്റെ ശക്തി അതിലേക്ക് ആവസിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ നിമിഷം മക്കളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, യേശുവേ ആരാധന. ശാന്തിയും ഈ സമൂഹത്തിൽ നിൻ സമാധാനം ശാന്തിയും ഈ സമൂഹത്തിൽ ചൊരിഞ്ഞിടേ.